അക്ബറിന്റെ കുരുട്ടുബുദ്ധി കാരണം 3.5 ലക്ഷം സ്വന്തമാക്കിയത് ആര്? ബിഗ് ബോസ് ഇവിടെ വമ്പൻ ടിസ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് ലൈവിനകത്ത് നടന്നിരിക്കുന്നത് എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. വൈകുന്നേരം 5 മണി മുതൽ വൈകുന്നേരം 6 വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അങ്ങനെ മൂന്നാമത്തെ റൗണ്ട് തുടങ്ങുന്നതിന് മുമ്പ് ബിഗ് ബോസ് പറയുന്നുണ്ട് അക്ബർ 2 എണ്ണം എടുത്ത് ഓടരുത്, അത് തെറ്റാണ്. അപ്പോൾ അക്ബർ ഓക്കെ ശരി ബിഗ് ബോസ് എന്ന് പറയുന്നു. പിന്നീട് അതിനെക്കുറിച്ചുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അനീഷ് അനുമോൾ അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ അനീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്തിനാണ് അനീഷേട്ട എൻ്റെ മാത്രം സേവ് ആക്കാൻ നോക്കിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് അതിന് മറുപടിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മൂന്നാമത്തെ റൗണ്ട് തുടങ്ങുന്നു. ബസറടിക്കുന്നു. ആദില സാബുവിനെ തട്ടിയെടുക്കുന്നുണ്ട്. സാബു നൂറയുടെ എടുക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. നൂറെ ഔട്ടാക്കാൻ സാബു പരമാവധി നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല, ലോക്കായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എന്ത് ചെയ്തു? ആ സമയത്ത് ആദില പോയിട്ട് സാബുവിനെ ഔട്ടാക്കി അതെടുത്തു വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിച്ചു. അങ്ങനെ സാബു ആ റൗണ്ടിൽ ഔട്ടാവുകയാണ് ചെയ്യുന്നത്. ഇതിനിടയിൽ നമ്മുടെ അക്ബറും നൂറയും കൂടി ഡീൽ വെക്കുന്നുണ്ട്. എന്താ ഡീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബർ പറയുന്നുണ്ട് ആദിലോട് പോയിട്ട് നീ വോക്കൗട്ട് ചെയ്യുന്നതാണ് നല്ലത് ആദില എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നൂറ ഇവിടെ നേരെ തിരിച്ചു കളിച്ചു. കാരണം നൂറ ബുദ്ധിപരമായിട്ട് നീങ്ങി ആദിലെ ഒഴിവാക്കി. അതായത് എനിക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റും, അതായത് എന്നെ കൊണ്ട് ഇത് നേടാൻ പറ്റും എന്ന ലെവലിൽ എത്തിച്ചു. കാരണം ആദിലെ സെപ്പറേറ്റ് ആക്കിയിട്ട് നൂറ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചു. അക്ബറിന് ഈ പ്ലാനൊന്നും അറിയില്ല, കാരണം ഇത് ഇവരുടെ മാസ്റ്റർ പ്ലാൻ ആണെന്നോ എന്തൊന്നും അറിയില്ല. അപ്പോൾ അക്ബർ അതിനകത്ത് ചെന്ന് ചാടിക്കൊടുത്തു. അപ്പോൾ അങ്ങനെ 4ാമത്തെ റൗണ്ട് ബസറടിച്ച് തുടങ്ങുന്നു. അക്ബർ പോയിട്ട് ആദിലയുടെ പോയി എടുക്കുന്നു. ആദില ഔട്ടാകുന്നു. അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ലാസ്റ്റ് റൗണ്ടിലേക്ക് നമ്മുടെ അക്ബറും നൂറയാണ് വരുന്നത്. അപ്പോൾ ബിഗ് ബോസ് ഇവിടെ വമ്പൻ ട്വിസ്റ്റായിട്ട് വന്നു. ബിഗ് ബോസ് പറയുന്നു ഇനിയൊരു ട്വിസ്റ്റ് ആണ് എന്ന് പറയുന്നുണ്ട്. ഈ 2 പേരിൽ ഒരാൾക്ക് മാത്രമാണ് 3.5 ലക്ഷം രൂപ കിട്ടുക എന്ന് പറയുന്നു. അത് വീട്ടിലുള്ളവർക്ക്, അതായത് വീട്ടിലുള്ള ബാക്കിയുള്ളവർക്ക് തീരുമാനിക്കാം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ട്വിസ്റ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസിന് അറിയാം, ഓൾറെഡി അറിയാം, എല്ലാവരും പറയുക നൂറയുടെ പേരായിരിക്കുമെന്ന്. അപ്പോൾ അങ്ങനെ എല്ലാവരോടും ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ പറയുന്നു. എന്നിട്ട് ഓരോരുത്തരായിട്ട് വന്ന് പറയുകയാണ് ചെയ്യുന്നത്. ആദ്യം അനീഷാണ് പോകുന്നത്. അനീഷ് പോയിട്ട് ഒരു നീണ്ട സ്പീച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നൂറയുടെ പേര് പറയുന്നുണ്ട്. എന്നിട്ട് അനു വന്നിട്ട് നൂറയുടെ പേര് പറയുന്നു. ഷാനവാസും നൂറയുടെ പേര് തന്നെയാണ് പറയുന്നത്. സാബു നൂറയുടെ പേര് തന്നെയാണ് പറയുന്നത്. നെവിനും നൂറയുടെ പേര് തന്നെയാണ് പറയുന്നത്. അങ്ങനെ ആദിലയും നൂറയുടെ പേര് തന്നെയാണ് പറയുന്നത്. എല്ലാവരും നൂറയുടെ പേരാണ് പറയുന്നത്. ഇത് ബിഗ് ബോസിന് അറിയാമായിരുന്നു. കാരണം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവരും നൂറയുടെ പേര് തന്നെയായിരിക്കും പറയുക. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് കൊണ്ടുവരാൻ കാരണം. അപ്പോൾ അങ്ങനെ എന്തുണ്ടായി? ആ ട്വിസ്റ്റ് ഇവിടെ സംഭവിച്ചു. അങ്ങനെ 3.5 ലക്ഷം രൂപ കൊണ്ട് നൂറ പോയി. അക്ബറിൻ്റെ കുരുട്ടുബുദ്ധി പാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടപടലെ ക്ലോസ് ആയി. കാരണം അക്ബർ ഇവിടെ കുരുട്ടുബുദ്ധി ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ ബിഗ് ബോസ് എന്ത് കണ്ടു? വേറൊരു ട്വിസ്റ്റ് ഇതിനകത്ത് കൊണ്ടുവന്ന് അക്ബറിൻ്റെ കുരുട്ടുബുദ്ധി തോൽപ്പിച്ചു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇവർക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഇവർക്ക് പരസ്പരം, അതായത് ഗ്രൂപ്പ് ചേർന്ന് നിന്നോ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്നോ, അല്ലെങ്കിൽ ഇയാളിനെടുക്കാൻ പോകുമ്പോൾ മറ്റൊരാൾക്ക് അപ്പുറത്തോടെ വന്ന് ഇവരുടെ അടുത്ത് അങ്ങോട്ട് ഇടാനോ, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരെ ആദ്യം, അതായത് ആദ്യം നൂറിനെ ആദ്യം ഔട്ടാക്കാൻ നോക്കണമായിരുന്നു. ഇവരെന്ത് ചെയ്തു? ബാക്കിയുള്ളവരെ മറ്റുള്ളവരെ ഔട്ടാക്കി വിട്ട് ലാസ്റ്റ് എന്തുണ്ടായി? ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതായത് ഉത്തരത്തിലിട്ടത് കിട്ടിയില്ല, കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. അതായത് മണ്ണും ചാരിയും നിന്നവൻ പെണ്ണും കൊണ്ട് പോയി എന്ന് പറഞ്ഞ പോലെ അങ്ങനെ നൂറ ഈ 3.5 ലക്ഷം രൂപ അടിച്ചെടുത്തുകൊണ്ട് പോയി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ ലൈവിനകത്ത് നടന്നത്. അപ്പോൾ ഈ ഒരു ഗെയിമിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വരും മണിക്കൂറുകളിൽ കൂടുതൽ അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേ ട്യൂണായിട്ടിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.